വൃശ്ചികം രാശി. വിശാഖം, അനിഴം, തൃക്കേട്ട. ആഗ്രഹസാഫല്യങ്ങളുടെയും കർമ്മരംഗത്തെ മികച്ച നേട്ടങ്ങളുടെയും തികച്ചും അനുകൂലമായ ഒരു കാലമായാണ് 2026 വിഷു വൃശ്ചികം രാശിക്കാർക്ക് അനുഭവവേദ്യമാകുന്നത്. മനസ്സിലേറെക്കാലമായി കൊണ്ടു നടക്കുന്ന പല ആഗ്രഹങ്ങളും വളരെ എളുപ്പത്തിൽ സഫലമാകുന്ന ഒരു വർഷമായിരിക്കും ഇത്. തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ അനുകൂലമായി മാറുന്നതിൻ്റെ ആശ്വാസം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രതിഫലിക്കും. തൊഴിലിടങ്ങളിൽ മികവ് തെളിയിക്കാൻ സാധിക്കും. മേലധികാരികൾക്ക് പൂർണ്ണ തൃപ്തി നൽകുന്ന രീതിയിൽ പദ്ധതികൾ പൂർത്തിയാക്കാനും അതിലൂടെ അർഹമായ സ്ഥാനക്കയറ്റമോ അംഗീകാരങ്ങളോ നേടിയെടുക്കാനും സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ കൃത്യതയോടെയും നിഷ്കർഷയോടെയും പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കും. ആർക്കെങ്കിലും കടം കൊടുത്ത തുകകൾ തിരികെ ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ആ പണം കൈവശം വന്നുചേരും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും. പൂർവിക സ്വത്തുക്കൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിൽ പുതിയ വീടോ ഫ്ലാറ്റോ സ്വന്തമാക്കാൻ അവസരമൊരുങ്ങും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാനുള്ള ആഗ്രഹവും സഫലമാകും. മോശം വ്യക്തികളുമായുള്ള ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പുതിയ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താനും സാധിക്കും. കുടുംബസമേതം വിശേഷപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 5ാം ഭാവത്തിൽ തുടരുന്ന ശനിയുടെ സ്വാധീനം മൂലം ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ അശ്രദ്ധ പോലും രോഗം മൂർച്ഛിക്കാൻ കാരണമായേക്കാം. അതിനാൽ കൃത്യമായ ഭക്ഷണക്രമവും വൈദ്യപരിശോധനയും ഉറപ്പാക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്നവർ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ തൊഴിൽ സംബന്ധമായ രേഖകളിലും തീരുമാനങ്ങളിലും പ്രത്യേക കരുതൽ വേണം. അല്ലാത്ത പക്ഷം ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരിൽ നിന്നും അപ്രതീക്ഷിതമായ ശത്രുതയോ മത്സരമോ നേരിടേണ്ടി വന്നേക്കാം. രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കുക. വരുമാനം കൂടുന്നതിനൊപ്പം തന്നെ അവിചാരിതമായ ചിലവുകളും വർദ്ധിക്കാൻ ഇടയുണ്ട്. ഇടക്കാലത്ത് ചെറിയ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. പ്രത്യേക നിർദ്ദേശമെന്ന് പറയുന്നത്, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള പുതിയ വഴികൾ അപ്രതീക്ഷിതമായി തെളിഞ്ഞു വരും. അതിനാൽ അമിതമായി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. പരിഹാരമാർഗങ്ങളെന്ന് പറയുന്നത്, കർമ്മരംഗത്തെ വെല്ലുവിളികൾ കുറയ്ക്കാനും ശത്രുദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഉചിതമായ ഒരു ദേഹരക്ഷ ധരിക്കുന്നത് ഉചിതമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അകറ്റാൻ ഇത് സഹായിക്കും. അപ്രതീക്ഷിതമായ തൊഴിൽ പ്രതിസന്ധികൾ ഒഴിവാക്കാനും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനും ഒരു വ്യക്തിഗത ജാതക നിരൂപണം നടത്തുന്നത് മികച്ച തീരുമാനമായിരിക്കും. കൃത്യമായ ഈശ്വരഭജനവും അനുഷ്ഠാനങ്ങളും ശീലമാക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാൻ സാധിക്കും.